ചിന്തിക്കുവാൻ താങ്കൾ ധൈര്യപ്പെടുന്നുണ്ടോ? മാറ്റത്തിന് അവസരമൊരുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിലിതാ സ്വതന്ത്ര ചിന്താ കൂട്ടായ്മയായ എസൻസ് ഗ്ലോബൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്കും എസൻസ് ഗ്ലോബലിന്റെ ഭാഗമാകാം. കൂടാതെ എസൻസ് ഗ്ലോബൽ ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ചെയ്യുന്നത് വഴിയും നിങ്ങൾക്ക് എസൻസിൽ ജോയിൻ ചെയ്യാം. പകർച്ചവ്യാധി പ്രതിരോധം മുതൽ പ്രതിവിധി വരെ, ഇങ്ങനെ ഒരു തലക്കെട്ടിൽ നമ്മൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് വാക്സിനുകളെ പറ്റിയും അതുപോലെ ആൻറ്റിബയോട്ടിക്കുകളെ പറ്റിയുമുള്ള മിഥ്യാധാരണകൾ പൊളിച്ചെഴുതുക എന്നുള്ളതാണ്. ആദ്യം ഞങ്ങൾ വാക്സിനെ പറ്റി സംസാരിക്കും, പിന്നീട് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ആൻറ്റിബയോട്ടിക്കുകളെ പറ്റിയും സംസാരിക്കും. 18ാം നൂറ്റാണ്ടിലാണ് കൗപോക്സ് ഉപയോഗിച്ച് വസൂരി എന്ന് പറയുന്ന അസുഖത്തിന് ആദ്യമായിട്ട് വാക്സിൻ ട്രൈ ചെയ്യുന്നത്. ജെന്നർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് അത് ട്രൈ ചെയ്തത്. പക്ഷെ അതിനുശേഷം ആ വാക്സിനേഷൻ എന്ന പദം അല്ലെങ്കിൽ ഒരു പ്രക്രിയ ഡെവലപ്പ് ചെയ്യപ്പെട്ടു 18ാം നൂറ്റാണ്ടിൽ. അതിനുശേഷമാണ് ഈ ലൂയി പാസ്റ്റർ വളരെ ആക്സിഡൻ്റലായിട്ട് ബാക്ടീരിയൽ വാക്സിനേഷൻ, അതായത് ബാക്ടീരിയകൾ മരിച്ചു വീഴുന്നത് കാണുന്നു. അതോടുകൂടി ചിക്കൻ കോളറ ലൈവ് വാക്സിൻ ഉണ്ടായി. അദ്ദേഹം ആ സമയത്ത് തന്നെ റാബിസിനും വേണ്ടിയിട്ട് വാക്സിൻ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. പിന്നീട് അങ്ങോട്ട് 1918 സ്പാനിഷ് ഫ്ലൂ, അതായത് നമ്മളിപ്പം 2020, 19, 20 സംഭവങ്ങളിൽ സമയത്ത് നമുക്ക് ഈ പാൻഡമിക് വന്നല്ലോ. ഈ ഒരു കാലഘട്ടം എല്ലാവരും ഓർത്തിരുന്നത് പോലെ ആ ഒരു കാലഘട്ടം എല്ലാവരും ഓർത്തിരിക്കും. കാരണം ഒത്തിരി മില്യൺസ് ഓഫ് ലൈഫ് അന്ന് തുടച്ചു നീക്കപ്പെട്ടു മനുഷ്യരാശിയിൽ നിന്ന്. അങ്ങനെ 1920s ട്യൂബർക്ലോസിസ്, ഡിഫ്തീരിയ, പെട്രൂസിസ് അല്ലെങ്കിൽ ടെറ്റനസ്, അതിൻ്റെ എല്ലാം കമ്പൈൻഡ് ആയിട്ടുള്ള വാക്സിൻസ് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ കുഞ്ഞുങ്ങളിലൊക്കെ അത് കൊടുക്കാൻ തുടങ്ങി. പിന്നീട് 45 നമുക്ക് ശരിക്കും ഇൻഫ്ലുവൻസ വാക്സിനും കണ്ടുപിടിച്ചു, അങ്ങനെ അത് ഉപയോഗിച്ചു. പിന്നീട് 61 ആദ്യമായിട്ട് പോളിയോയ്ക്കെതിരായിട്ട് വാക്സിൻ കണ്ടുപിടിക്കുകയും അതിൻ്റെ ഒരു ഓറൽ വാക്സിനേഷൻ നമ്മൾ കണ്ടുപിടിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മീസിൽസിന് വാക്സിൻ കണ്ടുപിടിച്ചു. അങ്ങനെ മീസിൽസ് ഓൾമോസ്റ്റ് 2000 നമ്മൾ വിചാരിച്ചു ഇറാഡിക്കേറ്റഡ് ആയെന്ന്. പക്ഷേ മീസിൽസിനെ കുറിച്ച് ഞങ്ങൾ പ്രത്യേകം ഈ ഒരു സമയത്ത് പറയാം, എന്തുകൊണ്ടാണ് വീണ്ടും ഇപ്പോഴും അമേരിക്കയിലൊക്കെ മീസിൽസ് പൊട്ടിപ്പുറപ്പെടുന്നത് എന്നുള്ള കാര്യം. മെനിജോൾ കോക്കൽ വാക്സിനും അതുപോലെ തന്നെ HPV വാക്സിനും 2000-കളിലൂടെ നമ്മൾ മനുഷ്യരാശിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തു. അതെല്ലാം ശാസ്ത്രത്തിൻ്റെ വലിയൊരു കണ്ടുപിടുത്തമാണ് അല്ലേ. പിന്നീട് US H1N1 വാക്സിൻ വന്നു. അതിനുശേഷം നമുക്ക് വർഷാവർഷങ്ങൾ ഇൻഫ്ലുവൻസയുടെ ഹൈ ഡോസസ്, വർഷാവർഷം നമ്മൾ ഒരുമാതിരിപ്പെട്ട ഹോസ്പിറ്റൽസിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാവരും മാൻഡേറ്റഡ് ആയിട്ട് എടുക്കേണ്ട ഒരു വാക്സിനാണ് അല്ലേ ഇൻഫ്ലുവൻസ വാക്സിന്. അതൊക്കെ എടുത്ത് പിന്നീട് 2019-20 പാൻഡമിക് വന്ന് മില്യൺസ് ഓഫ് ഡെത്ത്സ് അഗെയിൻ. പക്ഷേ ഒരു 2-3 വർഷം 2021 നമുക്ക് അതിൻ്റെ വാക്സിനും ഗ്ലോബലി അവൈലബിളായി. അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനായിട്ടുള്ള ഒരു കാര്യം ഉള്ളത്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ ഈ വാക്സിൻ എടുത്തത് കൊണ്ട് ഇൻഫെക്ഷൻ നമുക്ക് വരാതിരിക്കുമെന്ന്, അല്ലെങ്കിൽ പകർച്ചവ്യാധി വരാതിരിക്കുമെന്ന്? ഈ ഏതെങ്കിലും വാക്സിൻ നമ്മൾ എടുക്കുന്നത് കൊണ്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പകർച്ചവ്യാധി നമ്മൾക്ക് വരാതിരിക്കുമോ? യെസ്, നോ ഓർ ഐ ഡോണ്ട് നോ? വരും, വരാതിരിക്കും, ഐ ഡോണ്ട് നോ. ഓക്കെ, കുഴപ്പമില്ല. കുറച്ച് പേര് യെസ് പറയുന്നു, നോ പറയുന്നു. എനിവേ, നമുക്ക് ഷിൻസ്മാനോടൊന്ന് ചോദിക്കുക, ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആക്യുറേറ്റ് ആണോ? I agree with the audience. Like, the statement can be true or false. ഇതിൻ്റെ ഡീറ്റെയിലേക്ക് നമ്മൾ ഒന്ന് ക്രോസ് എക്സാമിൻ ചെയ്താൽ ഇത് നമുക്ക് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് കണ്ടെത്താൻ പറ്റും. സോ ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞു ഇത് കംപ്ലീറ്റ് ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. അത് പറഞ്ഞത് അവരുടെ എക്സ്പെക്റ്റേഷനാണ്. സോ ലെറ്റ്സ് കമ്പയർ ദ എക്സ്പെക്റ്റേഷൻ ടു റിയാലിറ്റി. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ് പോപ്പുലേഷൻ and one individual got infected with a disease. അതിനെ നമ്മൾ ഇൻഡെക്സ് കേസ് എന്ന് വിളിക്കുന്നു. ഈ ചുറ്റുമുള്ള പോപ്പുലേഷന് എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ പരിശോധിച്ചാൽ
നമുക്ക് യാതൊരുവിധ വാക്സിനേഷനും യാതൊരുവിധ നോൺ ഫാർമസ്യൂട്ടിക്കൽ പ്രൊട്ടക്ഷൻസ് ഒന്നും ഉപയോഗിക്കാത്ത ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഇൻഡെക്സ് കേസിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് രോഗം പടരുകയും അതിൽ കുറച്ച് പേർക്ക് ഗുരുതര രോഗമുണ്ടാവുകയും അതിൽ ചിലരെങ്കിലും മരണപ്പെടുകയും ചെയ്യും. ഇനി നമ്മളിവിടെ വാക്സിനേഷൻ കൊണ്ടുവന്നാൽ ഒരു ലേമാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇൻഡെക്സ് കേസിൽ നിന്ന് വേറെ ആരിലേക്കും രോഗം പടരില്ല, കംപ്ലീറ്റ് ബ്ലോക്കേജ് ഓഫ് ട്രാൻസ്മിഷൻ, ഇതാണ് എക്സ്പെക്റ്റേഷൻ. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ നിന്ന് കുറച്ച് പേർക്ക് വീണ്ടും രോഗം വരാം, അതിൽ കുറച്ച് പേരെങ്കിലും ഗുരുതരമാവാം, പക്ഷേ നമുക്ക് നല്ല രീതിയിൽ സിവിയർ ഡിസീസും ഡെത്തും കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ പ്രാഥമികമായിട്ട് എക്സാമിൻ ചെയ്യേണ്ടി വരും. ഒന്ന്, ഡിസീസ് പാത്തോജനസിസ്, എങ്ങനെയാണ് ഒരു രോഗം ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഇപ്പം ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തി സസെപ്റ്റബിൾ ആയിരിക്കണം, അതായത് പ്രയർ വാക്സിനേഷൻ ഇല്ലാത്തൊരു വ്യക്തിക്ക് ഒരു ആൻറ്റിജൻ്റെ ഒരു പാത്തജൻ്റെ എക്സ്പോഷർ ഉണ്ടാകുന്നു. പാത്തജൻ എന്നാൽ രോഗമുണ്ടാക്കുന്ന ഒരു രോഗാണുവിൻ്റെ എക്സ്പോഷർ ഉണ്ടാകുന്നു. എക്സ്പോഷർ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? നമുക്ക് അടുത്ത ഇതിൽ ആ രോഗാണുവിൻ്റെ ടാർഗറ്റ് സെല്ല് ഏത് കോശമാണോ, ഇപ്പം കോവിഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ വൈറസ് ന്യൂമോസൈറ്റ്സ് അല്ലെങ്കിൽ ലങ് എപ്പിത്തീലിയൽ സെല്ലിലേക്ക് കടക്കുകയും അവിടെ വെച്ച് പ്രത്യുൽപാദനം നടത്തി എണ്ണം കൂടുകയും ചെയ്യും. ആ എണ്ണം കൂടുന്നതാണ് ഞാനിവിടെ വൈറൽ ലോഡ് കൂടുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. അതിന് നമ്മുടെ ശരീരം അതിനോട് പ്രതികരിക്കുന്നത് ആദ്യമേ വളരെ സ്പെസിഫിസിറ്റി ഒന്നും ഇല്ലാത്ത ഒരു ഇമ്മ്യൂൺ റെസ്പോൺസായിട്ടുള്ള ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു രോഗപ്രതിരോധ സംവിധാനം പ്രവർത്തിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ക്യുമുലേറ്റീവ് ഇഫക്റ്റ് ആയിട്ടാണ് നമുക്ക് സിംറ്റംസ് കണ്ടു തുടങ്ങുന്നത്. അപ്പം ഈ എക്സ്പോഷർ ടൈമിൽ നിന്ന് സിംറ്റം തുടങ്ങുന്ന ആ കാലയളവിനെ നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയും. അതായത് ഒരു വൈറസിന് ലക്ഷണം കാണിച്ചു തുടങ്ങുന്ന, അല്ലെങ്കിൽ ഒരു പാത്തജൻ രോഗലക്ഷണം കാണിച്ചു തുടങ്ങുന്ന ആ കാലയളവിനെ. ഇതിന് ശേഷമാണ് നമ്മുടെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ആയിട്ടുള്ള അഡാപ്റ്റീവ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്ന പൊങ്ങി വരുന്നത്. ഇത് രണ്ടും കൂടെ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാത്തജൻ്റെ ലോഡ് കുറയുകയും നമുക്ക് രോഗത്തിൽ നിന്ന് റിക്കവറി ഉണ്ടാവുകയും ചെയ്യും. ഇനി നമ്മൾ വാക്സിനേഷനിൽ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ ഇതേപോലെ പാത്തജൻ എക്സ്പോഷറിനോട് സിമിലറായിട്ട് തന്നെ നമ്മളൊരു പാത്തജനെ മിമിക്ക് ചെയ്യുന്ന ഒരു മോളിക്യൂളിനെ നമ്മൾ വാക്സിനേഷൻ വഴി തരുന്നു. ആ മോളിക്യൂളിൻ്റെ സ്പെസിഫിസിറ്റി വെച്ച് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആ രോഗാണു പിന്നീട് നമ്മളിലേക്ക് കടന്നു വന്നെങ്കിൽ അതിനെ തിരിച്ചറിയാനും അതിനെതിരെ പ്രവർത്തിക്കാനും ഉള്ള കഴിവ് നേടിയെടുക്കുന്നു. ട്രെയിനിങ് ദ ഇമ്മ്യൂൺ സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് ആദ്യത്തെ ഡോസ് കിട്ടുമ്പോൾ ഒരു ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസും അതിനോട് അനുബന്ധിച്ച് ഒരു അഡാപ്റ്റീവ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാകുന്നു. സെക്കൻഡ് ഡോസിന് ശേഷം ഇത് ഇത്തിരിയും കൂടെ എലവേറ്റഡ് ആയിട്ടാവുന്നു. അപ്പം നമ്മൾ സിമിലാരിറ്റി കണ്ടു. രോഗം ഉണ്ടാവുന്നതിലും വാക്സിനേഷൻ വഴി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ട്രെയിൻ ചെയ്തെടുക്കുന്നതിലെയും സിമിലാരിറ്റിയാണ് ഞാൻ അവിടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇനി നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും തമ്മിലുള്ള അന്തരം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഈ വാക്സിനേഷൻ്റെ നമ്മൾക്ക് ആർജിച്ചെടുക്കുന്ന ഇമ്മ്യൂൺ പ്രൊട്ടക്ഷനിൽ നമുക്കൊരു ത്രഷോൾഡ് ലെവലുണ്ടെന്ന് വിചാരിക്കുക. ആ ത്രഷോൾഡ് ലെവലിന് മുകളിലുള്ളപ്പോൾ മാത്രമേ നമുക്ക് രോഗത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ. അപ്പം ഇത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ശരീരത്തിന് നമുക്ക് എന്തൊരു സംവിധാനം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിനൊരു സമയ കാലാവധി വേണ്ടി വരും. അതൊരു 2 weeks ടൈം ഏകദേശം നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ആവശ്യം വരും. അപ്പം നമുക്കൊരു എക്സ്പോഷർ ഉണ്ടായിട്ട് ആ രോഗം ഉണ്ടാക്കാനുള്ള സമയം, അതായത് ഇൻക്യുബേഷൻ പീരീഡ് കൂടുതലാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിൽ ആ ഇൻക്യുബേഷൻ പീരീഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് ഈ ത്രഷോൾഡിൻ്റെ മുകളിൽ എത്താൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിംറ്റമാറ്റിക് ഡിസീസ് ഉണ്ടാവുന്നതിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കും. പക്ഷേ കോവിഡ് പോലെ ഒരു ഷോർട്ട് ഇൻക്യുബേഷൻ പീരീഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ത്രഷോൾഡ് ക്രോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് സിംറ്റം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഉത്തരത്തിനോട് യോജിച്ചത്. ഇഫ് ഇറ്റ്സ് ലോങ് ഇൻക്യുബേഷൻ ടൈംസ്, യെസ് ഇറ്റ് വിൽ പ്രിവെൻറ്റ് ട്രാൻസ്മിഷൻ. ഇഫ് ഇറ്റ്സ് എ ഷോർട്ട് ഇൻക്യുബേഷൻ പാത്തജൻ, യു വിൽ ഗെറ്റ് സിംറ്റമാറ്റിക് ഡിസീസ്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് രോഗത്തിൻ്റെ വ്യാപനം പൂർണ്ണമായും തടയാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ വാക്സിൻ എടുക്കുന്നത്? അതും കൂടെ ഒന്ന് പറഞ്ഞു തരും. വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ആൻറ്റി വാക്സ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ചോദ്യമാണ്. അതിനെപ്പറ്റി നമുക്ക് ലെറ്റ്സ് എവിഡൻസ് സ്പീക്ക് അല്ലേ. അപ്പം നമുക്ക് ഇപ്പോൾ വാക്സിനേഷൻ നിലവിലുള്ള പല രോഗങ്ങൾ, ഒരു 4 രോഗങ്ങൾ ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡിഫ്തീരിയ
ഒരു അബൌട്ട് 50,000 കേസസ് പെർ ഇയർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് 1914 വാക്സിനേഷൻ ലോഞ്ച് ചെയ്തതിന് ശേഷം ഇതാണ് ഡിഫ്തീരിയയുടെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സിമിലർലി ഫോർ മെനിഞ്ചോകോക്കൽ ഡിസീസസ്, സെയിം ഈസ് ദ കേസ് ഫോർ മീസിൽസ്, അതേപോലെ തന്നെ പെർട്ടൂസിസം. നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിലെല്ലാം ഒരു കാര്യം കാണാൻ പറ്റും. സിൻസ് ദ ലോഞ്ച് ഓഫ് വാക്സിൻസ് ദ നമ്പർ ഓഫ് കേസസ് ഹാവ് ഡിക്രീസ്ഡ്. കേസ് മാത്രമാണോ കുറഞ്ഞത്? നമുക്ക് കഴിഞ്ഞ 50 വർഷത്തിൽ വാക്സിനേഷൻ വഴി നമ്മൾ സേവ് ചെയ്ത ലൈഫിൻ്റെ എണ്ണം ഏകദേശം 153 മില്യൺ ലൈഫ്സാണ്. സോ ദാറ്റ്സ് എ ഇമ്പാക്റ്റ് ഓഫ് വാക്സിനേഷൻ. I don't think there need to be a better justification for vaccines. ഓക്കെ അവിടെ നിൽക്കേ. അപ്പോൾ നമ്മൾ മില്യൺസ് ഓഫ് ഡെത്ത്സ് പാൻഡമിക് മൂലം നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് വാക്സിനേഷൻ മൂലം ഇപ്പം നമ്മൾ സംഭവം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ ആ അസുഖം നമുക്ക് ഒത്തിരി വരുന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി മില്യൺസ് ഓഫ് ലൈഫ്സ് സേവ് ചെയ്യാൻ പറ്റി. എങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വാക്സിൻ എന്തുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല? അല്ലെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, നമ്മളുടെ ചൈനയിൽ 2019 ഈ COVID-19 വന്ന സമയത്ത് തന്നെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഹോമിയോപ്പതിക്കാർ ആഴ്സനിക് ആൽബം ടപ്പടപ്പേന്ന് ഇറക്കിയല്ലോ. ഈ വാക്സിൻ എന്തുകൊണ്ട് 2-3 വർഷം എടുത്ത്? ഒന്ന് പറഞ്ഞേ. സ്പീഡ് ഈസ് നോട്ട് എ സൈൻ ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയും. ഒരു വട്ടസമ്മേളനം കൂടി ഇരുന്ന് തീരുമാനിക്കാവുന്ന ഒരു കാര്യമല്ല വാക്സിനേഷൻ. രാവിലെ ഡോക്ടർ ഷായുടെ ടോക്കിൽ അദ്ദേഹം ഇതിനെപ്പറ്റി വിശദമായി സംസാരിച്ചിരുന്നു. ഇറ്റ് ടേക്സ് ആൻ ആർമി ഓഫ് പീപ്പിൾ ടു ഡൂ ദോസ് ട്രയൽസ്. ഒത്തിരി എഫേർട്ടുണ്ട്. ഇറ്റ് ടേക്സ് ടൈം. നമുക്ക് കോവിഡ് വാക്സിനേഷനെ പറ്റി പറഞ്ഞാൽ ലൈക്ക് ഇറ്റ്സ് പ്രോബബ്ലി ദ ഷോർട്ടസ്റ്റ് ഡ്യൂറേഷൻ ഇൻ ടേംസ് ഓഫ് നമുക്കൊരു പാൻഡമിക്കിൽ നിന്ന് വാക്സിനേഷനിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. സോ അതിന് കാലതാമസം എടുക്കും. അതാണ് ദാറ്റ്സ് വൈ ഇറ്റ് ഹാസ് ടു ഗോ ത്രൂ ദ റിഗറസ് പ്രോസസ് ആൻഡ് എവിഡൻസ് തന്നെ വേണം അല്ലേ, അത് മനുഷ്യരിലേക്ക് എത്തുന്നതിന് മുമ്പ്. അപ്പം അന്നെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ വാക്സിനുകളുടെ പാർശ്വഫലങ്ങൾ അല്ലെങ്കിൽ അഡ്വേഴ്സ് ഇഫക്ട്സ്, അത് വളരെ കാലമായിട്ട് എപ്പോഴും ആൾക്കാർ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. കോവിഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതെങ്കിലും ഒരു രീതിയിൽ അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടായ ഒരാളെ അല്ലേ, നമുക്കറിയാവുന്ന ഒരാളുടെ ആളെ അങ്ങനെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു വസ്തുത എന്താണ്? അഡ്വേഴ്സ് ഇവൻറ്റ്സ് ഉണ്ടാവുമോ വാക്സിനേഷന് ശേഷം? ഉത്തരം യെസ്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വേഴ്സ് ഇവൻറ്റ്സിൻ്റെ സിവിയാരിറ്റിയെ പറ്റിയാണ്. അതായത് നമ്മളെല്ലാവരും ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായ പാൻഡമിക് ആയിരുന്നുകൊണ്ട് വി വിൽ ഫ്രഷ്ലി റിമെമ്പർ, എല്ലാവരും വാക്സിനേഷൻ എടുത്തിട്ടുണ്ടാവും. ആ ഈവനിങ് ഷോൾഡറിലൊരു പെയിൻ, ചിലർക്കൊരു ചെറിയ പനി, വിറയലോടുകൂടി ഒരു പനി. പീപ്പിൾ ക്യാൻ കോൾ ദാറ്റ് ആസ് ആൻ അഡ്വേഴ്സ് ഇവൻറ്റ്, ബട്ട് ദാറ്റ്സ് എ സൈൻ യുവർ ഇമ്മ്യൂൺ സിസ്റ്റം ഈസ് വർക്കിംഗ്, വാക്സിനേഷൻ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി കുറച്ച് പേർക്ക് അതിൽ നിന്ന് ഒരു പടിയും കൂടെ അപ്പുറത്തേക്ക് കടന്നിട്ട് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാം വാക്സിനേഷൻ്റെ ഏതെങ്കിലും ഒരു കോമ്പണൻറ്റുമായിട്ട്. ആ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയാണ് വാക്സിനേഷന് ശേഷം ഒരു 15-20 മിനിറ്റ്സിലൊക്കെ വാക്സിനേഷൻ സൈറ്റിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാര്യം. ഇനി അതിൻ്റെ ഒരു പടി കൂടെ കഴിഞ്ഞിട്ട് ചിലർക്ക് വിത്തിൻ ഒരു 45 ഡേയ്സ് വിൻഡോയ്ക്കുള്ളിൽ നടക്കാവുന്ന ചില സിവിയർ അഡ്വേഴ്സ് ഇവൻറ്റ്സ് ഉണ്ട്. mRNA വാക്സിൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ മയോകാർഡൈറ്റിസ്, പെരികാർഡൈറ്റിസ്, അഡിനോവൈറൽ വെക്ടർ വാക്സിൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ത്രോംബോട്ടിക് ഇവൻറ്റ്സ് ഇതുണ്ടാവാം. ഇനി ഇത് ഉണ്ടാവുന്നുണ്ടോ അതിനെപ്പറ്റി പേടിപ്പിക്കുന്നത് ആൻറ്റി വാക്സിൻ സൊസൈറ്റീസ് ഇത് പേടിപ്പിക്കുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ട ചില നമ്പേഴ്സാണ് ഞാൻ പറയുന്നത് ഇവിടെ. ഇനി നമുക്ക് ഞാൻ ഈ പ്ലോട്ടിൽ കാണിച്ചിരിക്കുന്നതെല്ലാം ഞാൻ സ്വന്തം ഡേറ്റ US ഡേറ്റ കളക്ട് ചെയ്തിട്ട് പ്ലോട്ട് ചെയ്താണ്. നമ്മുടെ ഒരു ലൈഫ് ടൈമിൽ തേനീച്ച കുത്തിയോ വാസ്പ് കുത്തിയോ നമ്മൾ മരിക്കാനുള്ള, അമേരിക്കൻ പോപ്പുലേഷന് മരിക്കാനുള്ള സാധ്യത 18 in a million ആണ്. 18 people in a million could die out of a bee sting during their lifetime. ഇടിമിന്നലേറ്റ് മരിക്കാനുള്ള സാധ്യത 6.5 ആണ്. റോഡ് ആക്സിഡൻറ്റ്സ് മൂലം മരിക്കാനുള്ള സാധ്യത 10,000-ന് മുകളിലാണ്. ഒരു കോവിഡ് വാക്സിനേഷൻ മൂലം മരിക്കാനുണ്ടാവുന്ന സാധ്യത 0.4 ആണ്. നമ്മളാരും വണ്ടി ഓടിക്കാതിരിക്കുന്നില്ല. എന്തിന്? ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കണക്ക് പറയാം. US-ലെ ലേറ്റസ്റ്റ് കണക്ക് അനുസരിച്ച് ഒരു മീലിൽ 87 ഫുഡ് പോയിസണിങ് ഉണ്ടാവാം
ഒരു ദിവസത്തെ ഒരു മീൽ കഴിക്കുമ്പം അമേരിക്കയിൽ 87 ഫുഡ് പോയ്സണിങ് ഉണ്ടാവും. നമ്മളാരും ഫുഡ് കഴിക്കാതിരിക്കുന്നുണ്ടോ? അതിലും ഒക്കെ താഴെയാണ് ഇതിൻ്റെ റിസ്ക്. ഇനി നമുക്ക് ഒരു നമ്പരും കൂടെ കമ്പയർ ചെയ്യണം, ബെനഫിറ്റ് വേഴ്സസ് റിസ്ക്. അതാണ് എപ്പോഴും ഒരു മെഡിസിനിൽ നോക്കുന്നത്. ഡോക്ടർ ഷായിൻ രാവിലെ പറഞ്ഞു, ഡു നോ ഹാം, മിനിമൈസ് ദ ഹാം ആൻഡ് ഗെറ്റ് ദ മോസ്റ്റ് ബെനഫിറ്റ്സ്. അപ്പം കോവിഡ് വന്നാൽ എന്ത് സംഭവിക്കും? കാരണം വാക്സിനേഷൻ എടുക്കുന്നത് വഴി നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? സിവിയർ ഡിസീസും ഡെത്തുമാണ് കുറയ്ക്കാൻ ശ്രമിക്കുന്നത്. അപ്പം വാക്സിനേറ്റഡ് അല്ലെന്നുണ്ടെങ്കിൽ 25 വയസ്സിൽ താഴെയുള്ള വ്യക്തികളുടെ 23 മരണം നടക്കാം 1 മില്യണിൽ. എവിടെ? 0.4 താരതമ്യം ചെയ്യണം. അതാണ് ബെനഫിറ്റ് ടു റിസ്ക്. അത് 55 വയസ്സിന് മേളിലാണെങ്കിൽ 800 പേരോളം മരണപ്പെടാം. അപ്പോൾ ഈ മരണങ്ങൾ ഒഴിവാക്കുന്നതിൽ നമ്മൾ ട്രേഡ് ഓഫ് ചെയ്യുന്ന റിസ്ക്കാണ് ഇത്. അത് മനസ്സിലാക്കി വേണം നമുക്ക് ഈ സൊസൈറ്റിയിൽ ഇതിനെപ്പറ്റി ഇൻട്രാക്ട് ചെയ്യാം. ഐ ഹോപ്പ് ഐ എം ക്ലിയർ. താങ്ക് യു. അപ്പം നമ്മൾക്കിനി ഈ ഒരു വാക്സിൻ്റെ ഭാഗത്ത് നിന്ന് മാറി ആൻറ്റിബയോട്ടിക്കിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ. അതിന് മുമ്പ് നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ ഓഡിയൻസ് അമേരിക്കയിലായതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് മീസിൽസ് ഓട്ടിസം ലിങ്ക്. കാരണം എപ്പോഴും നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നു, നമ്മൾ CNN കേൾക്കുന്നു, മീസിൽസ് അവിടെ പൊട്ടിപ്പുറപ്പെട്ടു, ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടു. 1980കളിൽ ആദ്യം നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്തതാണെന്ന് വിചാരിച്ച ഒരു ഡിസീസാണ് മീസിൽസ്. എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത്? അതൊന്ന് പറയാമോ? ഇത് ഈ ലിങ്ക് തന്നെ ഒരു ഫോൾസ് സ്റ്റഡിയുടെ ഭാഗമാണ്. 1998 UK ഗവേഷണം നടത്തിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫിസീഷ്യൻ, ഞാൻ ഇങ്ങനത്തെ സദസ്സുകളിൽ ഇങ്ങനത്തെ വ്യക്തികൾക്ക് പബ്ലിസിറ്റി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഹി ഈസ് സ്റ്റിൽ ആക്റ്റീവ് ഇൻ ആൻറ്റി വാക്സിൻ സൊസൈറ്റി. അതുകൊണ്ടാണ് പുള്ളിക്ക് മുഖമില്ലാത്തതും പേരില്ലാത്തതും. അദ്ദേഹം പബ്ലിഷ് ചെയ്ത ഒരു ഫ്രോഡലൻറ്റ് സ്റ്റഡിയാണ് ആദ്യമായിട്ട് ഈ ഒരു ലിങ്ക് പറയുന്നത്. അപ്പം ശാസ്ത്രത്തിൻ്റെ പൊതുവെയുള്ളൊരു രീതി എന്ത് കേട്ടാലും അതിനെ പുനഃപരിശോധിക്കുക എന്നുള്ളതാണ്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് പരിശോധിച്ചു. അപ്പം അത് പരിശോധിക്കാൻ വേണ്ടി 1999 തൊട്ടടുത്ത വർഷം 500ഓളം കുട്ടികളിൽ പഠനം നടത്തി. 2001 അത് 10,000 കുട്ടികളിൽ നടത്തി. 2002 5 മില്യൺ ആക്കി. 2005 അത് 10 മില്യൺ ആക്കി. 2012 14 മില്യൺ കുട്ടികളിൽ പഠനങ്ങൾ നടത്തി. അതായത് വാക്സിനേഷൻ എടുത്തവരെയും എടുക്കാത്തവരെയും താരതമ്യം ചെയ്തിട്ട് ഒരു പഠനത്തിലും ഈ ഓട്ടിസവും മീസിൽസുമായിട്ട് ഒരു ലിങ്ക് കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ സ്റ്റിൽ പീപ്പിൾ ടോക്ക് അബൌട്ട് ഇറ്റ്. അതാണ് ഈ ആൻറ്റി വാക്സിൻ മെസ്സേജിൻ്റെ ഒരു കളി. അപ്പം 2004 ഇതിൻ്റെ ഫ്രോഡുലൻസ് കണ്ടെത്തിയതിൻ്റെ ഭാഗമായിട്ട് ആ സ്റ്റഡി ലാൻസെറ്റ് റിട്രാക്ട് ചെയ്യും. അദ്ദേഹത്തിന് UK പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് നഷ്ടപ്പെടുകയും ചെയ്തു. വാട്ട് ഹാപ്പൻ? ഹി മൂവ് ടു US and he is here. Okay, very active in anti-vaccine community. ഇനി ഇത് മാത്രമാണോ, അതിൻ്റെ ഫ്രോഡുലൻസ് മാത്രമാണോ കഥ? നമ്മൾ ഈ മീസിൽസ് എന്ന് പറയുന്ന രോഗം കൊണ്ട് 1980കളിൽ ഓൾമോസ്റ്റ് 2.6 മില്യൺ ഡെത്ത് ഉണ്ടാവുമായിരുന്നു. അത് 2000 ആയപ്പോഴത്തേക്കും വേൾഡ് വൈഡ് 72% വാക്സിനേഷൻ കവറേജ് ആയി മീസിൽസിൽ. അപ്പോൾ ആ ഡെത്ത് 2.6 നിന്ന് ഒരു 500,000 കുറഞ്ഞു. അത് 2012 ആയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 122,000 കുറയ്ക്കാൻ നമുക്ക് സാധിച്ചു. ഇവിടെ നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, മീസിൽസ് എന്ന് പറയുന്നത് വളരെയധികം കണ്ടേജിയസ് ആയിട്ടുള്ളൊരു വൈറസാണ്. ഇപ്പം നമ്മൾ പലയിടത്തും ന്യൂസിൽ കേട്ടിട്ടുണ്ടാവും, ഈ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ US പലയിടത്തും മീസിൽസ് ഡിറ്റക്റ്റ് ചെയ്തത്. ഇത്രയും കണ്ടേജിയസ് ആയിട്ടുള്ളൊരു വൈറസിനെ നമുക്ക് ലിമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാക്സിനേഷൻ പെർസെൻറ്റേജ് എബവ് 95% നിലനിർത്തിയേ പറ്റത്തുള്ളൂ. ഇത് ബ്രസീലിൽ നിന്നുള്ളൊരു ഡേറ്റയാണ്. ബ്രസീലിലെ ആദ്യ കാലഘട്ടങ്ങളിൽ, ഒരു കഴിഞ്ഞ 2000 ആദ്യ കാലഘട്ടങ്ങളിൽ 100% മേലെ നമുക്ക് വാക്സിനേഷൻ കവറേജ് ഉണ്ടായിരുന്നു. അത് പല ആൻറ്റി വാക്സിൻ ക്യാമ്പയിനിങ്ങിൻ്റെയും ഭാഗമായിട്ട് ആ വാക്സിനേഷൻ കവറേജ് കുറഞ്ഞു വന്നതനുസരിച്ച് അവിടുത്തെ മീസിൽസ് കേസുകൾ കൂടി വരാൻ തുടങ്ങി. ഇനി US കഥ എടുത്താൽ ഇത് ഏപ്രിൽ വരെയുള്ള CDC ഡേറ്റയാണ്. 131 ഡിറ്റക്റ്റഡ് കേസസ് ഉണ്ട് US. 131 കേസിൽ 95% കേസുകളും either unvaccinated or under-vaccinated പീപ്പിളിലാണ്. So, and this is a very serious problem right now. There are sporadic outbreaks in US.
educate the people around you? ഫ്രം ഏൻഷ്യൻറ്റ് റെമഡീസ് ടു മോഡേൺ മെഡിസിൻ. അതായത് ആദ്യം തന്നെ നമുക്ക് പറയാം, നമ്മളെ നാട്ടിലൊക്കെ എനിക്കറിയത്തില്ല ഇപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടോ എന്ന്, പക്ഷേ ഞാനിതിൻ്റെ ഹിസ്റ്ററി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈജിപ്ഷ്യൻസ് പണ്ട് ഇത് ചെയ്തിരുന്നു. അതായത് മോൾഡുള്ള ബ്രെഡ്, ഫംഗസ് പിടിച്ച ബ്രെഡ് എടുത്ത് വൂണ്ടിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അവർ നോക്കിയിട്ടുണ്ട് അത് വൂണ്ട് ഹീലാകുമോ എന്ന്. അങ്ങനെ ചിലപ്പം അവർ അത് കണ്ടു കാണും. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിലും ആൻറ്റിബയോട്ടിക്സ് പല രീതിയിൽ 1928 വരെയൊക്കെ പല രീതിയിൽ ആൻറ്റിബയോട്ടിക്സ് ആണെന്ന് പറഞ്ഞ് വേണേൽ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ആദ്യമായിട്ട് സയൻറ്റിഫിക്കലി 1928 ഒരു യുവശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ഒരു ബാക്ടീരിയയിൽ ഫംഗസ് വളർന്ന് കണ്ടിട്ട് ആ ബാക്ടീരിയ നശിക്കുന്നത് കണ്ടുപിടിച്ചു. അതിന് പെൻസിലിൻ എന്ന് പറഞ്ഞു. പിന്നീട് ഏർലി 40s ഒത്തിരി ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാക്കുകയും അങ്ങനെ വേൾഡ് വാർ 2 സമയത്ത് പെൻസിലിൻ കൊണ്ട് ഒത്തിരി സൈനികരുടെ ജീവനൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റി. പിന്നീട് അങ്ങോട്ട് 1960 അലക്സാണ്ടർ തന്നെ ന്യൂയോർക്കിലൊക്കെ ഒത്തിരി വാണിംഗ് കൊടുത്തു. റെസിസ്റ്റൻസ്, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആർ ഹാപ്പനിങ്, അതുകൊണ്ട് ഒത്തിരി ആൻറ്റിബയോട്ടിക് എടുക്കരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ എന്നിരുന്നാലും ആൾക്കാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഈ കൊളൈ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ അറ്റാക്ക് കൊണ്ട് ലണ്ടനിൽ 11 കുട്ടികൾ മരിച്ചത് ഒരു വലിയ സംഭവമായി മാറി. അത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആയിരുന്നു. അവർ ആൻറ്റിബയോട്ടിക് എടുത്തെങ്കിലും അവർ മരിച്ചു ആ കുട്ടികൾ. പിന്നീട് അങ്ങോട്ട് അതിനെ ഓവർകം ചെയ്യുന്ന അടുത്ത ആൻറ്റിബയോട്ടിക് അങ്ങനെ ന്യൂ ആൻറ്റിബയോട്ടിക്സുകൾ ഇങ്ങനെ വന്ന് 2000-കളിലൊക്കെ WHO നമ്മളോട് പറയുന്ന ലോകം മുഴുവനും 80% ഓഫ് ആൾക്കാർ ആൻറ്റിബയോട്ടിക് അനാവശ്യമായി ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു പറച്ചിലുണ്ട്. അപ്പം ഞാൻ ഇവിടെ നമ്മളോട് ചോദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മളിൽ പലരും ആൻറ്റിബയോട്ടിക്സുമായിട്ട് വരാറുണ്ട് അല്ലേ? ഇന്ത്യക്കാരായിട്ടുള്ള നമ്മളിൽ പലരും ആൻറ്റിബയോട്ടിക്സായിട്ട് വരാറുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണ് ഷിൻസ്മോൻ? ഇത് ആദ്യം തന്നെ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് ഒരു മിസ്നോമറാണ്. മിസ്നോമർ എന്ന് പറയുന്നത് തെറ്റായ പേരാണത്. ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് ആൻറ്റി എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ്, ബയോസ് എന്ന് പറഞ്ഞാൽ ലൈഫ്. എഗെയിൻസ്റ്റ് ലൈഫാണോ? അല്ല. ആൻറ്റി ബാക്ടീരിയലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, വിളിക്കുന്നത് ആൻറ്റിബയോട്ടിക്. അത് ആ ക്ലാരിറ്റി ആദ്യം വരട്ടെ. അപ്പം ഈ മിസ്നോമറിൽ നിന്നാണ് പലപ്പോഴും ഇതിൻ്റെ തെറ്റായ ഉപയോഗം ഉണ്ടാവുന്നത്. കാരണം എന്ത് അസുഖം, മൂക്കൊലിപ്പ് വന്നാലും ജലദോഷം വന്നാലും അത് ഒരു പക്ഷേ വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിലും നമ്മൾ ആൻറ്റിബയോട്ടിക് എടുത്ത് ഉപയോഗിക്കും. ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വൈറൽ, ആൻറ്റി ഫംഗൽ എന്ന് ഓരോ ഇതിനും സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടതിന് പകരം ഇനി നാട്ടിൽ നിന്നൊരു ആൻറ്റിബയോട്ടിക് നമ്മൾ കൊണ്ടുവന്നെന്ന് വിചാരിക്കാം, അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാമോ? നമുക്കൊരു രോഗലക്ഷണം വന്നു, അപ്പം എങ്ങനെയാണ് ആൻറ്റിബയോട്ടിക് പ്രവർത്തിക്കുന്നത് എന്ന് അറിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് സാധിച്ചേക്കും അല്ലേ? നമുക്കതൊന്ന് പരിശോധിക്കാം. അപ്പം നമുക്ക് ഇപ്പോൾ നിലവിലുള്ള ആൻറ്റിബയോട്ടിക്സ് എടുത്താൽ ഇതൊരു ബാക്ടീരിയൽ സെല്ലാണ് ഞാൻ കാണിക്കുന്നത്. അതിൻ്റെ പുറംചട്ടകൾ പല ടൈപ്പ് ബാക്ടീരിയകളുണ്ട്. അതുകൊണ്ട് അതിന് ഒരു പുറംചട്ടയായിരിക്കാം, 2 എണ്ണമായിരിക്കാം, 3 എണ്ണമായിരിക്കാം. അത് കാണിച്ചേക്കുന്നു. അതിനൊരു ജനിതക മെറ്റീരിയലുണ്ട്, അതിൽ നിന്ന് അതിനാവശ്യമുള്ള പ്രോട്ടീൻ ഉണ്ടാക്കുന്നു, അതിൻ്റെ മെറ്റബോളിസം നടക്കുന്നു. അപ്പം ഓരോ ആൻറ്റിബയോട്ടിക്കും ഇതിലേതെങ്കിലും ഒരു പ്രോസസ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പം പെൻസിലിൻസ് എടുത്താൽ അത് സെൽ വാൾ സിന്തസിസിനെ അഫക്റ്റ് ചെയ്യുന്നു. ഇവിടെ ഉള്ള ചില ആൻറ്റിബയോട്ടിക്കുകൾ DNA സിന്തസിസിനെ ബ്ലോക്ക് ചെയ്യാനായിരിക്കും. ഇതിൽ എഴുതിയേക്കുന്ന കുറച്ച് ആൻറ്റിബയോട്ടിക്സ് ഇതിൻ്റെ പ്രോട്ടീൻ സിന്തസിസിനെ ബ്ലോക്ക് ചെയ്യാനായിരിക്കും. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആൻറ്റിബയോട്ടിക് വന്ന് നമുക്കൊരു രോഗലക്ഷണം വന്ന് നമുക്കറിയാമോ നമ്മൾ ഏത് ബാക്ടീരിയയാണ് നമ്മളെ ഇൻഫെക്റ്റ് ചെയ്തിരിക്കുന്നത്? നമുക്കറിയില്ല. നമുക്ക് ഏത് ബാക്ടീരിയ എന്ന് അറിയാത്തിടത്തോളം കാലം നമ്മൾ കയ്യിലൊരു പെൻസിലിൻ ഇരിപ്പുണ്ട്, എന്നാൽ പെൻസിലിൻ ഉപയോഗിച്ചാൽ ഗുണമുണ്ടോ? പെൻസിലിൻ ഉപയോഗിച്ചാൽ ഗുണമുണ്ടാവണമെങ്കിൽ ഈ സെൽ വാൾ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന മോളിക്യൂൾസ് അകത്തേക്ക് കയറാൻ അനുവദിക്കുന്ന ബാക്ടീരിയകളാണെങ്കിൽ മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ. അതറിയാതെ നമ്മളിത് ഉപയോഗിക്കുന്നത് കണ്ണടച്ചുള്ള മാവേലേറ് മാത്രമാണ്. കിട്ടിയാൽ കിട്ടി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി അത് മാത്രമാണോ അതിനകത്തെ കോംപ്ലക്സിറ്റി? അല്ല. ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെ പറ്റി ഇവിടെ പറഞ്ഞു.
അതായത് പല ബാക്ടീരിയകൾക്കും ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്കിനെ വെറും ഡീഗ്രേഡ് ചെയ്ത് കളയാനോ അല്ലെ ഉപയോഗശൂന്യമായ ഒരു പദാർത്ഥമായി മാറ്റാനോ ഇല്ലെങ്കിൽ അകത്തേക്ക് കയറുന്ന ആൻറ്റിബയോട്ടിക്കിനെ അങ്ങനെ പമ്പ് ചെയ്ത് കളയാനോ കഴിവുള്ള ബാക്ടീരിയകളുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്കറിയില്ല. നമ്മളിതൊന്നും അറിയാതെ ഒരു ആൻറ്റിബയോട്ടിക് രാവിലെ എടുത്ത് വിഴുങ്ങും. എന്ത് സംഭവിക്കും? രോഗത്തിന് പലപ്പോഴും ക്യൂറ് കിട്ടത്തില്ല. ഇതിന് ഒരു ഉദാഹരണം വെച്ച് ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഞാൻ രാവിലെ മുതൽ ഇവിടെ മാസ്ക് വെച്ചാണ് നടന്നത്. കാരണം എനിക്ക് ഓൺ ഗോയിങ് സം സിംറ്റംസ് ഉണ്ട്. പ്രോബ്ലി വേർ എവർ ഐ പിക്ഡ് ഇറ്റ് ഫ്രം. അപ്പം ഞാനിവിടെ യാതൊരുവിധ പ്രിക്വേഷനും എടുക്കാതെ നടന്നു. അനുപയ്ക്കും കൊടുത്തു, ടോമിക്കും കൊടുത്തു എന്ന് വിചാരിക്കുക. ഞങ്ങൾ 3 പേരും നാട്ടിൽ നിന്ന് ആൻറ്റിബയോട്ടിക് സ്വന്തമായി കൊണ്ടുവന്നവരാണെന്നും അനുമാനിക്കുക. എന്നിട്ട് ഞങ്ങളുടെ 3 പേരുടെയും കയ്യിലിരിക്കുന്നത് 3 വ്യത്യസ്തമായ ആൻറ്റിബയോട്ടിക്കുകളാണ്. A, B, C. 3 പേർക്ക് എന്നിൽ നിന്ന് കിട്ടിയതുകൊണ്ട് ഒരേ ബാക്ടീരിയ ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. എന്നിട്ട് ടോമിയുടെ കയ്യിലിരുന്നത് ആൻറ്റിബയോട്ടിക് A ആണ്. ടോമി അത് കഴിച്ചു. അത് ഈ പറയുന്ന ഒരു പോറിനകത്തൂടെ ബാക്ടീരിയ അതിനെ കടത്തിവിട്ടു. അത് അതിൻ്റെ ടാർഗറ്റ് സൈറ്റിൽ ബൈൻഡ് ചെയ്തു, സെൽ വാൾ സിന്തസിസിനെ ബ്ലോക്ക് ചെയ്തു. ടോമിക്ക് സുഖമായി. ടോമിക്ക് എന്ന് ഡിങ്കൻ്റെ അനുഗ്രഹം ഉണ്ടല്ലോ, എപ്പോഴും ശരിയാവും. അനുപ കഴിച്ചത് ആൻറ്റിബയോട്ടിക് B ആണ്. അത് ഇതിലൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേ ആ ഓർഗാനിസത്തിന് അതിനോട് റെസിസ്റ്റൻസ് ഉള്ളതായിരുന്നു. അവൻ അന്നേരം അത് പമ്പ് ചെയ്ത് കളഞ്ഞു. ടോമി കഴിച്ച ആൻറ്റിബയോട്ടിക് കഴിച്ച് മാറിയെന്ന് പറഞ്ഞു. ഏതാ കഴിച്ചതെന്ന് ടോമി പറഞ്ഞില്ല, ദുഷ്ടൻ. അനുപ ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരുന്നു. അനുപയ്ക്ക് രോഗം മാറുന്നില്ല. ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന C ഇതിനകത്തോട്ട് കയറി പോലും ഇല്ല. ഇത്രേ ഉള്ളൂ നമ്മൾ സ്വന്തമായി ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോഴത്തെ സാധ്യത. ഐ ഹോപ്പ് ഐ എം ക്ലിയർ. അപ്പം വീട്ടിലിരുന്ന് നമ്മളിങ്ങനെ ആൻറ്റിബയോട്ടിക്കൊക്കെ എടുക്കാതെ, ഓക്കെ, ഷിൻസ്മോൻ പറയുന്നത് കേട്ടു, അനുപ പറയുന്നത് കേട്ടു, ഇനി തൊട്ടിനി ഞങ്ങൾ എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ ഇതൊക്കെ പരിശോധിച്ചിട്ടാണോ നമുക്ക് തരുന്നത്? അതെ, ഡോക്ടേഴ്സ് ഒത്തിരി കാര്യങ്ങൾ ഇതിലേക്ക് പരിഗണനയിൽ എടുക്കുന്നുണ്ട്. ഞാൻ ആദ്യത്തെ പോയിൻറ്റ്സൊക്കെ ഓൾറെഡി കവർ ചെയ്തു. അതായത് ഏതാണ് രോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയയിൽ നിന്ന് തിരിച്ചറിയണം. അതിന് നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ആൻറ്റിബയോട്ടിക്കിനോട് സസെപ്റ്റബിൾ ആണോ എന്നറിയണം. ഇപ്പോൾ ഇത് എൻ്റെ ലാബിലുള്ള ഒരു എക്യുപ്മെൻ്റാണ്. ഇതിലേക്ക് നമ്മളൊരു സാമ്പിൾ കൊടുത്താൽ അടുത്ത 4 hours അത് സ്പീഷ്യസ് ലെവൽ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും റെസിസ്റ്റൻസ് ജീൻ ആ ബാക്ടീരിയയിൽ ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. സോ ദാറ്റ് ഫിസീഷ്യൻ ക്യാൻ മേക്ക് ആൻ ഇൻഫോംഡ് പ്രിസ്ക്രിപ്ഷൻ. അതിനുശേഷം ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. ഇനി അത് മാത്രമാണ് ഒരു ഫിസീഷ്യൻ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ല. പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം. ഇപ്പം പെൻസിലിനോട് അലർജി ഉള്ള ഒരു പേഷ്യൻറ്റിന് പെൻസിലിന് എഴുതി കൊടുത്തെങ്കിൽ അവൻ പുകയാകും അന്ന് വൈകുന്നേരം. അപ്പം അലർജീസ് ഉണ്ടോ? പല ആൻറ്റിബയോട്ടിക്കുകൾക്കും പ്രഗ്നൻസിയോട് കോൺട്രാഇൻഡിക്കേഷൻസ് ഉണ്ടാവും. അതായത് പ്രഗ്നൻസിയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാവും. അപ്പം ആ പോയിൻറ്റ്സും കൺസിഡർ ചെയ്യും ഫിസീഷ്യൻ. ഇനി ആൻറ്റിബയോട്ടിക്കിൻ്റെ പ്രോപ്പർട്ടി, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനുമായിട്ട് ക്ലിനിക്കിൽ വരുന്ന ഒരു രോഗിക്ക് ഫിസീഷ്യൻ എഴുതുന്ന ആൻറ്റിബയോട്ടിക് യൂറിനിൽ ഹൈ കോൺസെൻട്രേഷനിൽ എത്തണം. എന്നാലേ അവിടുത്തെ ഇൻഫെക്ഷൻ ക്യൂർ ആവുള്ളൂ. വേറൊരു ഓർഗനിൽ ഹൈ കോൺസെൻട്രേഷൻ എത്തിയിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ ഫാക്ടേഴ്സ് പരിഗണിച്ചിട്ടാണ് ഒരു ഫിസീഷ്യൻ ആൻറ്റിബയോട്ടിക്സ് എഴുതുന്നത്. അതുകൊണ്ട് സ്വയം ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, എന്നാൽ അടുത്ത നമുക്ക് 2 minutes കൂടെ ഉള്ളൂ. ഇത് നമ്മൾ പറയത്തില്ലേ, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇതിന് മെയിനായിട്ട് 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഇപ്പം ഇവിടെ ഞാൻ ഈ പ്ലോട്ടിൽ കാണിക്കാൻ ശ്രമിച്ചേക്കുന്നത് ഇത് നീല ഒരു നമ്മളെ ഇൻഫെക്റ്റ് ചെയ്തൊരു ബാക്ടീരിയയുടെ ലെവലാണെന്ന് വിചാരിക്കുക. അത് പതുക്കെ കൂടി വരുന്നതനുസരിച്ച് നമുക്ക് രോഗലക്ഷണം വരുന്നു. നമ്മളൊരു ഫിസീഷ്യൻ്റെ അടുത്ത് ചെല്ലുന്നു. ഫിസീഷ്യൻ നമുക്ക് അപ്രോപ്രിയേറ്റ് ഉള്ള ആൻറ്റിബയോട്ടിക് തരുന്നു. 5 ദിവസം കഴിക്കാൻ പറയുന്നു. നമ്മളിത് കഴിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ആ ഏത് സൈറ്റിലാണോ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് ആയിരിക്കും ഫിസീഷ്യൻ എഴുതിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ നിൽക്കുന്നു. കോൺസെൻട്രേഷൻ നിൽക്കുന്ന സമയത്ത് ഈ ബാക്ടീരിയ പതുക്കെ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. കില്ല് ചെയ്യപ്പെടുന്നതനുസരിച്ച് പതുക്കെ കോഴ്സ് തീരുമ്പോൾ ആൻറ്റിബയോട്ടിക് കോൺസെൻട്രേഷൻ താഴേക്ക് വരുന്നു. ഇതാണ് ഐഡിയൽ സിനാരിയോ. ഇനി നമ്മൾ കഴിച്ചു തുടങ്ങി ആൻറ്റിബയോട്ടിക് കഴിച്ചു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ സിംറ്റം കുറഞ്ഞു തുടങ്ങി. കാരണം ബാക്ടീരിയയുടെ അളവ് കുറഞ്ഞു. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ നിർത്തി പരിപാടി.
സിംറ്റം മാറിയല്ലോ, ഇനിയിപ്പോൾ എന്തിനാണ് ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാം മരുന്ന് കഴിക്കുന്നത് കെമിക്കലല്ലേ, കെമിക്കലായതുകൊണ്ട് കഴിക്കണ്ട. ബാക്കി വെള്ളം കെമിക്കലല്ലാത്തത് കൊണ്ട് പ്രശ്നമില്ല. അപ്പം ഇത് ഇങ്ങോട്ട് വരുമ്പോൾ എന്നാന്ന് ചോദിച്ചാൽ ബാക്ടീരിയ ഫുള്ളായിട്ട് എലിമിനേറ്റ് ആയിട്ടില്ല. എലിമിനേറ്റ് ആവാത്തപ്പോൾ എന്ത് സംഭവിക്കും? അതിന് റീഗ്രോ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമ്പോൾ യു വിൽ ഹാവ് റിക്കറൻസ് ഓഫ് ഡിസീസ്. ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് പാത്തജൻസ് ഉണ്ടാവും, അതേപോലെ റെസിസ്റ്റൻസ് ഉള്ള ബാക്ടീരിയ നമ്മുടെ ഗട്ടിലുണ്ടാവും. ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് എലിമിനേറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഉള്ള ബഗ്ഗിൽ നിന്ന് ആ റെസിസ്റ്റൻസ് വാങ്ങിയെടുക്കാൻ ഇവനൊരു അവസരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു അവസരം ഉണ്ടായെങ്കിൽ ആ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ ട്രാൻസ്ഫർ നടന്നെങ്കിൽ പിന്നീട് ഇവൻ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റുമാണ്, അവൻ പാത്തജനുമാണ്. സോ യു ആക്ച്വലി ക്രിയേറ്റഡ് എ ന്യൂ മോൺസ്റ്റർ ഹൂ then the physician will struggle to treat. So complete the course. അപ്പം ഇന്നത്തെ ഇതിൽ നിന്ന് ഞാൻ 2 ടേക്ക് ഹോം മെസ്സേജസ് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ബെനഫിറ്റ് ഓഫ് വാക്സിൻസ് ഫാർ ഔട്ട്വേ ദ റിസ്ക്. Irresponsible use of antibiotics can have far-reaching consequences. Hope I managed to convince you guys on these 2 points. Thank you.